നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ കൊണ്ടുവരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇനി പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതികൾ അവതരിപ്പിക്കുക. ഏപ്രിൽ മാസം നിലവിൽ ഈ ഒരു പദ്ധതി അവതരിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ മെയ് മാസത്തോടെ, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അതുമാത്രമല്ല, കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന വിധത്തിലാകും ഇത് അവതരിപ്പിക്കുക. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കായിരിക്കും ഇതിൽ മുൻഗണന നൽകുക. APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആനുകൂല്യം നൽകുന്ന രീതിയിലാണ് പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, സർക്കാർ മാറി വരികയാണ് എങ്കിൽ, അതായത് തുടർഭരണമല്ല എങ്കിൽ, അതനുസരിച്ച് നമ്മളുടെ സ്കീമുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. നമ്മളുടെ സംസ്ഥാനത്ത് നിലവിലുള്ള 2 ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന പദ്ധതി, ഇതിലും 5 ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക. ഇതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. അപ്പോൾ ഈ 2 പദ്ധതികൾ ലയിപ്പിച്ചാണ് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരുണ്യ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് നമ്മളുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. പ്രധാനമായിട്ടും സർക്കാർ ആശുപത്രികളിൽ, അത് താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലുമെല്ലാം ഇത്തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ എടുക്കുകയും ചികിത്സകൾ ലഭിക്കുകയും ചെയ്യാറുണ്ട്. ഇനി അത് മാത്രമല്ല, ചില സ്വകാര്യ ആശുപത്രികളിൽ പോലും വിവിധ സർജറികൾ ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഒരുപാട് തുക കുടിശ്ശിക വന്നതുകൊണ്ടാണ് പല സ്വകാര്യ ആശുപത്രികളും പദ്ധതിയിൽ നിന്ന് മാറിയത്. എന്നാൽ പുതിയ സർക്കാർ വരുമ്പോൾ കൂടുതൽ പ്രാബല്യത്തോടെ, അതായത് കൂടുതൽ പ്രാധാന്യത്തോടെ ആരോഗ്യ ഇൻഷുറൻസ് അവതരിപ്പിക്കുകയാണ്. കാരണം കൂടുതൽ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങളാണ്. ഒരു കുടുംബത്തിന് 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയൊക്കെ കവറേജ് ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടമാണ്. മറ്റ് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല. നിലവിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളുമൊക്കെ ആയിട്ട് സഹകരിച്ച് തന്നെയായിരിക്കും ഇത്തരം പദ്ധതി നടപ്പിലാകുന്നത്. നിലവിൽ പദ്ധതിയുടെ രൂപരേഖ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്യും. അതിലേക്കുള്ള രജിസ്ട്രേഷൻ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്കല്ല, കാർഡ് ഇല്ലാത്ത ഒരുപാട് സാധാരണക്കാർ നമ്മളുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ളവർക്കായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രായപരിധി ഇല്ലാതെ അംഗത്വം എടുക്കാം, ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. പ്രായം കൂടുതലുള്ളവർക്ക് ആനുകൂല്യത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന പേടി വേണ്ട. കാരണം സർക്കാർ നടത്തുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്തായിരിക്കണം. ആധാറിലെ പേര് നമ്മളുടെ അപേക്ഷയിലെ പേരൊക്കെ തുല്യമാകുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ആധാറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, നമ്മളുടെ ബയോമെട്രിക് കാര്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം പ്രധാന മാനദണ്ഡം ആധാറാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡുകളൊക്കെ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുമാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് വളരെ വൈകാതെ പദ്ധതി ആരംഭിക്കും. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ വീഡിയോയിലൂടെ അറിയിക്കുകയും ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.